Listen to the stories Jesus told so clear. Parables of wisdom for all who want to hear. Lessons full of love, faith, and grace, guiding us to live in His embrace. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശുവിന്റെ ഉപമകൾ എന്ന ധ്യാന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സച്ചിൻ സ്റ്റാലിൻ, ആലുവ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSA ചർച്ചിലെ സഭാംഗമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഉപമ വിത്തിന്റെ ഉപമ. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകുന്നു. ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. വളരുന്ന വിത്തിന്റെ ഉപമയിൽ നിലത്ത് വിത്ത് വിതറുകയും പിന്നീട് പ്രകൃതിയെ അതിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ കുറിച്ച് യേശു പറയുന്നു. വിത്ത് വിതച്ച മനുഷ്യൻ ദിനം പ്രതി തന്റെ ജോലിയിൽ ഏർപ്പെടുമ്പോൾ വിത്ത് ഫലം കായ്ക്കാൻ തുടങ്ങുന്നു. ആദ്യം വിത്ത് മുളയ്ക്കുന്നു, പിന്നീട് അതൊരു തണ്ടും ഇലകളും, പിന്നീട് ഒരു കതിരും, ഒടുവിൽ തലയിൽ പൂർണ്ണമായി വികസിതമായ ധാന്യമണികളും ഉൽപ്പാദിപ്പിക്കുന്നു. ഇതെല്ലാം മനുഷ്യന്റെ സഹായമില്ലാതെ സംഭവിക്കുന്നു എന്ന് യേശു ഊന്നി പറയുന്നു. വിത്ത് വിതറിയ മനുഷ്യന് അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പോലും കഴിയില്ല. അത് പ്രകൃതിയുടെ പ്രവൃത്തി മാത്രമാണ്. ഉപമ ഒരു വിളവെടുപ്പോടെ അവസാനിക്കുന്നു. ധാന്യം പാകമാകുമ്പോൾ അരിവാൾ ഉപയോഗിക്കുന്നു. വിത്ത് വിളവെടുക്കുകയും ചെയ്യുന്നു. ഇത് ശരിയായ സമയത്ത് സംഭവിക്കുന്നു. ഇവിടെ വിതക്കാരൻ്റെതായിട്ടുള്ള 3 അനുഭവങ്ങളാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. 1. വിശ്വസ്തയോട് കൂടിയുള്ള വിതക്കാലം. 2. ക്ഷമയോട് കൂടിയുള്ള കാത്തിരിപ്പിന്റെ കാലം. 3. സന്തോഷത്തോടു കൂടിയുള്ള കൊയ്ത്തുകാലം. വിതക്കാരൻ വിശ്വാസത്തോടു കൂടി വേണം വിത്ത് വിതയ്ക്കാൻ. നല്ല ഹൃദയങ്ങളിൽ വചനത്തിന്റെ വേര് ആഴ്ന്നിറങ്ങുകയും ദൈവവചനം തഴച്ചു വളരുകയും അവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. വിത്തിനെ ദൈവവചനമായി കണക്കാക്കുമ്പോൾ സസ്യങ്ങളുടെ വളർച്ചയെ വ്യക്തിഗത ഹൃദയങ്ങളിൽ ദൈവവചനത്തിന്റെ പ്രവർത്തനമായി നമുക്ക് വ്യാഖ്യാനിക്കാം. കർഷകന്റെ ഇടപെടലില്ലാതെ വിള വളരുന്നു എന്നതിന്റെ അർത്ഥം നാം അസാന്നിധ്യത്തിലോ അവൻ ചെയ്യുന്നതെന്താണെന്ന് അറിയാതെയോ പോലും ദൈവത്തിന് അവന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നാണ്. ലക്ഷ്യം പാകമായ ധാന്യമാണ്. തക്ക സമയത്ത് വചനം അതിന്റെ ഫലം പുറപ്പെടുവിക്കും. ദൈവരാജ്യം മനുഷ്യന്റെ സഹകരണം ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിലും മനുഷ്യനെയും അവന്റെ അധ്വാനത്തെയും വിജയമണിയിക്കുന്നത് ദൈവത്തിന്റെ ദാനവും കൃപയുമാണ്. നമ്മുടെ കഴിവുകൾ നിസ്സാരമെങ്കിലും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു നീങ്ങിയാൽ പ്രതിസന്ധികളെ മറികടന്ന് നമുക്ക് വിജയം വരിക്കാനാകും. വിത്തിൽ നിന്ന് മുള പൊട്ടി ചെടി വളർന്നു വലുതായി ഭൂമിയിൽ ഫലമണിയുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അവിടുത്തെ സ്നേഹ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ ഇടയാകും. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം തന്റെ വചനം ഉപയോഗിക്കുന്ന രീതി നിഗൂഢവും മനുഷ്യ പ്രയത്നത്തിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രവുമാണ്. വിത്ത് വിതയ്ക്കുന്നതിലും വിളവെടുപ്പിനായി പ്രാർത്ഥിക്കുന്നതിലും കർത്താവിന് ഫലങ്ങൾ വിട്ടുകൊടുക്കുന്നതിലും നമുക്ക് വിശ്വസ്തരായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ രാജ്യം വാഗ്ദാനം ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിത്ത് യാന്ത്രികമായി വളരുന്നത് പോലെ ഞങ്ങൾ കാണുന്നില്ലെങ്കിലും മനസ്സിലാക്കുന്നില്ലെങ്കിലും അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ പരമാധികാരത്തിലും സമയത്തിലും ക്ഷമയും വിശ്വാസവും പുലർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വിളവെടുപ്പിനായി കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസ്തരും ഫലപുഷ്ടിയുള്ളവരുമായി നിലകൊള്ളാൻ ഞങ്ങളെ തുണയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.